ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു നമ്മുടെ ഒരു ഫാമിലി വ്ളോഗാണ്. അപ്പോൾ നമ്മളിപ്പോൾ മേഘൻ്റെ വീട്ടിലാണുള്ളത്. ഇവിടുന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് ഇന്ന് നമുക്കങ്ങ് പൊളിക്കാം. അപ്പോൾ സനി ചേട്ടൻ്റെ ഇന്തേട്ടനും കൂടി പണിക്ക് പോയിക്കാണ്, ഷോപ്പിലാണുള്ളത്. അപ്പോൾ ഞാനും മേഘയും കൂടി ചെറിയൊരു പ്ലാനിങ് ഒക്കെ നടത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഉച്ചക്കത്തെ ഫുഡ് നമുക്ക് സർപ്രൈസ് ആയിട്ട് ബിരിയാണി വെച്ചിട്ട് ഒരിക്കൽ രണ്ടാക്കും കൊണ്ടുകൊടുക്കാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ചെറിയ പരിപാടിയിലാണുള്ളത്. മേഘ അടുക്കളയിലാണുള്ളത്. ഞാൻ കാണിച്ചു തരാം. മേഘ ഫുള്ളൊരു പോകമായാലോ. അപ്പോൾ നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫുഡ് ബ്ലോഗൊന്നുമല്ല, നമ്മൾ ബിരിയാണി വെക്കുന്നത് വീഡിയോ കാണിക്കുന്നില്ല. എന്തായാലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല രീതിക്കുള്ള വെളിച്ചക്കുറവുണ്ടാവും. അടിച്ചുപോയി ഗൈസ്, അടിച്ചുപോയി, ഫുൾ ഇരുടായിട്ടുള്ള. അപ്പോൾ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ അടുപ്പിലാണ് ചെയ്യുന്നത്. നമ്മൾ ഫുള്ള് ഗ്യാസ് ലാഭിക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബിരിയാണി വെച്ചിട്ട് കാണാം അല്ലേ. ബിരിയാണി വെച്ചിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഏകദേശം സെറ്റായിട്ടുണ്ട്. പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഒരു 11:30 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി കാണിച്ചു തരാം. ഇത് റൈസാണ്. നല്ല ചൂടുണ്ട്, നല്ല മണമുണ്ട്. പിന്നെ നമ്മളെ ചിക്കൻ പൊരിച്ച് മസാലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മേഘ ഇല എടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കാം. ഇനി ഇത് പാർസൽ ചെയ്ത് ഓലെടുത്ത് രണ്ടാളെടുത്ത് എത്തിക്കണം. അതുവരെ ടാസ്ക് തന്നെയാണ്. കാരണം ഓലിക്ക് രണ്ടാൾക്കും തീർന്നിക്കില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെരക്കണം, കൊണ്ടുകൊടുക്കണം. നല്ല മണമൊക്കെ ഉണ്ട്. പാർസൽ ചെയ്തോ മേഘ. ബിരിയാണി ഉണ്ടാക്കിയത് മേഘയാണ്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ 4 പാർസലാണ് ചെയ്യുന്നത്. നമ്മളും കൂടി അങ്ങോട്ടേക്ക് പോയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് തിന്നാന്നോ വിചാരിക്കുന്നത്. അതല്ല, നമ്മളിതെല്ലാം ഉണ്ടാക്കി പോയിട്ട് ഓല ഉണ്ടാവോ. നമുക്ക് ഇവിടുന്ന് അങ്ങ് തിന്നാലോ. എല്ലാം വരുന്നുണ്ട്. ഇപ്പൊ കാലിനടിയായിരിക്കും മിക്കവാറും. ഒരു കാലുണ്ട്, ബാക്കിയല്ല ജസ്റ്റ് പീസാന്ന് തോന്നുന്നു. ആമ നോക്കുമ്പോൾ അവിടെ വെച്ചിട്ട് വിളമ്പെന്നാണ് വിളമ്പിക്കോളൂ. അങ്ങനെ പാർസൽ കിട്ടുന്നു. കിട്ടിക്കോ. ഇറങ്ങുവോ? അങ്ങനെ ആള് എല്ലാം പാർസൽ ചെയ്ത് ഇറങ്ങുന്ന. ഫെയിലാവോ സക്സസ് ആവോ നമുക്ക് നോക്കാം. ചിലപ്പോ ഇതുപോലെ തന്നെ തിരിച്ചും എടുക്കേണ്ടി വരും. എന്നാന്നൊരു പിടുത്തമില്ല. അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്ക് അങ്ങനെ കാണാം. സംഭവം ആളെത്തിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മൂഞ്ചി. സനി ചേട്ടൻ ഇല്ല. സനി ചേട്ടൻ സൈറ്റിൽ എവിടെയോ ദൂരെയുള്ളത്. അനിയേട്ട അങ്ങ് എവിടെയോ ഉള്ളത്.
അതുകൊണ്ട് വരുവാനാവില്ലെന്ന് പറഞ്ഞു. ഒന്നുമില്ല എന്നല്ല. നിങ്ങളെ ചോറ് കഴിച്ചാ? എന്നാ ചോറ് കഴിക്കും പോവാ. ലിനീഷ് ഹോട്ടലിൽ പോ. സാധാ ചോറുണ്ട്, അത് മതിയാ. ഐറ്റംസ് സനിഹേടം പറഞ്ഞായില്ല. വേഗം ആയില്ല, വെള്ളം ഉള്ളത്. ബിരിയാണി മണക്കുന്നുണ്ട്. ചിക്കൻ ഉണ്ട്. ബാ പരിപാടി ബിരിയാണി അല്ലടോ, ചോറാ. സനി ചേട്ടൻ എടുത്തേനു. ഇതിനിപ്പോ തിരിച്ചുകൊണ്ടുപോലോ. സനി ചേട്ടൻ സൈറ്റിലുള്ള ദൂരെയുള്ള. എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടാവും ഞാൻ ഉറപ്പേനു. എന്നാ തുറന്നോ. ഞാനിപ്പോ സനി ചേട്ടന്റെ ഷോപ്പിലാ ഇപ്പൊ ഞാൻ ഉള്ളത്. പക്ഷെ സനി ചേട്ടനില്ല. സനി ചേട്ടൻ എന്നാ തുറന്നോക്ക്. ബിരിയാണി തിന്ന് എന്റെ അഭിപ്രായം പറ. എന്റെ അഭിപ്രായം പറയാനല്ലേ. അപ്പൊ ഇതൊരു കുഞ്ഞാളൊരു ഫാമിലി വ്ളോഗ് ചെയ്യുന്നു. എന്നാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എന്നാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.